നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. 19-ാം നൂറ്റാണ്ട് തൊട്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെയെങ്കിലും കേരളത്തിലെ നായർ സമുദായത്തിൽ നിലവിലുണ്ടായിരുന്നത് ഇന്ന് ചിന്തിക്കാവുന്നതിൻ്റെയും അപ്പുറത്തുള്ള സമ്പ്രദായങ്ങളായിരുന്നു. അന്ന് മരുമക്കത്തായ സമ്പ്രദായമാണ് നായർ തറവാടുകളിൽ ഉണ്ടായിരുന്നത്. സ്വന്തം പിതാവിനെ തൊടാൻ പോലും അവകാശമില്ലാത്ത മക്കൾ. അച്ഛൻ്റെ സ്വത്തുക്കളിലും മക്കൾക്ക് യാതൊരു അവകാശവുമില്ല. സന്ധ്യ മയങ്ങിയാൽ ഒരു റാന്തൽ വിളക്കുമായി സംബന്ധക്കാരൻ നമ്പൂതിരി സ്വന്തം ഇല്ലത്ത് നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഭാര്യ വീട്ടിലെത്തും. പിറ്റേന്ന് കാലത്തെ മടങ്ങുകയും ചെയ്യും. അതിലുണ്ടാകുന്ന മക്കൾക്കാവട്ടെ അച്ഛനെ ഒന്ന് തൊടാൻ പോയിട്ട് അച്ഛ എന്ന് വിളിക്കാൻ പോലുമുള്ള അവകാശം ഇല്ലായിരുന്നു. നമ്പൂതിരിമാരിലെ മൂത്ത പുത്രന്മാർക്ക് മാത്രമേ സ്വജാതിയിൽ നിന്നും വിവാഹം അല്ലെങ്കിൽ വേളി അനുവദിച്ചിരുന്നുള്ളൂ. മറ്റുള്ളവർ ഇതര ക്ഷത്രിയർ, നായർ തുടങ്ങിയ മരുമക്കത്തായികളോടായ ഉന്നത ജാതിയിൽപ്പെട്ട സ്ത്രീകളെ സംബന്ധം ചെയ്യുകയായിരുന്നു പതിവ്. മരുമക്കത്തായികളെ തിരഞ്ഞെടുക്കാൻ കാരണം ഭാര്യയ്ക്കും മക്കൾക്കും ചെലവിന് നൽകേണ്ടതില്ല എന്നുള്ളത് തന്നെ. അതെല്ലാം ആ കുടുംബത്തിലെ അമ്മാവിൻ്റെ ചുമതലയായിരുന്നു. അച്ഛന് മക്കളെ നോക്കേണ്ട ആവശ്യമില്ല. മരുമക്കത്തായം നിലവിലിരുന്ന നായർ, വാര്യർ തുടങ്ങി പല ജാതിക്കാരിലും തറവാടിൻ്റെ പാരമ്പര്യ അവകാശികളായ സ്ത്രീക്ക് ഇങ്ങോട്ട് വന്ന വിവാഹബന്ധം അനുഗ്രഹമായിരുന്നു. സ്വന്തം കുടുംബത്തിൻ്റെ കാരണവർ ആയവർക്കും അതിഥിയായ സംബന്ധക്കാരൻ അനുഗ്രഹം തന്നെ. കാരണം കുടുംബം ഭാഗിക്കുക എന്ന അവസ്ഥ ഒഴിവാകും, ഉന്നത ബന്ധവും ലഭിക്കും. ഇത്തരം അനാചാരങ്ങൾക്കെതിരെ ഉയർന്ന ശബ്ദമായിരുന്നു മന്നത്തിൻ്റേത്. നമ്പൂതിരി സംബന്ധം അവസാനിപ്പിച്ചത് തൊട്ട് കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ മരുമക്കത്തായം അവസാനിപ്പിക്കുക, മക്കത്തായവും ആളോഹരി ഭാഗവും നടപ്പിലാക്കുക, താലികെട്ട്, തെരണ്ടുകുളി, പുലകുളി മുതലായവ അവസാനിപ്പിക്കുക, പടേനി, ഗരുഡൻ തൂക്കം തുടങ്ങിയ ക്ഷേത്രോത്സവ പരിപാടികൾ നിർത്തലാക്കുക എന്നിങ്ങനെ സമുദായ സംരക്ഷണപരങ്ങളും സാമൂഹ്യ പരിഷ്കരണ സംബന്ധികളുമായ യത്നങ്ങളിൽ മന്നം സജീവമായി ഏർപ്പെട്ടു. സമുദായത്തിൻ്റെ വേലിക്കെട്ടുകൾക്കുള്ളിൽ ഒതുങ്ങാതെ സാമൂഹിക ഐക്യത്തിനായി നിലകൊണ്ട കർമ്മയോഗി കൂടിയായിരുന്നു മന്നത്ത് പത്മനാഭൻ. സമൂഹ നന്മ ലക്ഷ്യം വെച്ച് അക്ഷീണം പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം. നേതൃപാടവം കൊണ്ടും സംഘടനാ ചാതുരി കൊണ്ടും ശ്രദ്ധേയനായ മന്നത്ത് പത്മനാഭൻ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെയും ശക്തമായ നിലപാടാണ് എക്കാലത്തും സ്വീകരിച്ചത്. ജാതിമത വേർതിരിവൊന്നുമില്ലാതെ എല്ലാവർക്കുമായി കുടുംബക്ഷേത്രം തുറന്നു നൽകിയായിരുന്നു മന്നത്തിൻ്റെ സാമൂഹിക ഇടപെടലുകളുടെ തുടക്കം. സത്യത്തിൽ പോയ കാലത്തെ ഏറ്റവും വലിയ ആചാര ലംഘകനായിരുന്നു മന്നം. ഒരു നൂറ്റാണ്ട് മുമ്പ് സ്വന്തം വീട്ടിൽ ഇലയിട്ട പുലയർക്ക് വിളമ്പി പന്തിഭോജനം നടത്തി സാമൂഹിക വിപ്ലവം അദ്ദേഹം സൃഷ്ടിച്ചു. അവർണർക്ക് ക്ഷേത്രപ്രവേശനം നൽകാനുള്ള വൈക്കം, ഗുരുവായൂർ സത്യാഗ്രഹങ്ങളിലും സജീവമായി പങ്കെടുത്തു. അനാചാരങ്ങളും ആർഭാടങ്ങളും നിർത്തലാക്കി. നമ്പൂതിരി സംബന്ധത്തിനെതിരെ തിരിഞ്ഞ പോലെ വിധവാ വിവാഹത്തിന് അനുകൂലമായും നിലപാടെടുത്തു. വിദ്യയിലൂടെ ശക്തി പ്രാപിക്കാൻ സ്ഥാപനങ്ങൾ തുടങ്ങി. രാഷ്ട്രീയമായി മന്നത്തോട് വിയോജിപ്പുള്ളവർ പോലും സാമൂഹിക പരിഷ്കരണ മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ മറക്കാൻ കഴിയില്ല. ചങ്ങനാശ്ശേരിയിൽ പെരുന്ന എന്ന ഗ്രാമത്തിൽ 1878 ജനുവരി മാസം 2-ാം തീയതി മന്നത്ത് പത്മനാഭൻ ജനിച്ചു. അച്ഛൻ വാകത്താനത്ത് നിലവന ഇല്ലത്തിലെ ഈശ്വരൻ നമ്പൂതിരി, അമ്മ മന്നത്ത് ചിറമറ്റത്ത് പാർവതി അമ്മ. അദ്ദേഹത്തിൻ്റെ ജനനശേഷം പിതാവ് സംബന്ധം ഒഴിഞ്ഞു. പാർവതി അമ്മ കളത്തിൽ വേലുപ്പിള്ളയെ വിവാഹം ചെയ്യുകയും ചെയ്തു. സാധാരണ പോലെ മറ്റു കുട്ടികൾക്കൊപ്പം 5 വയസ്സിൽ മന്നത്തിനെയും എഴുത്തിനിരുത്തി. കരയിലെ കേശവനാശാൻ്റെ കീഴിൽ പഠനം ആരംഭിച്ചു. 10 വയസ്സിൽ ചങ്ങനാശ്ശേരിയിലെ സർക്കാർ മലയാളം സ്കൂളിൽ അയച്ച് പഠിത്തം തുടർന്നു. 4-ാം ക്ലാസ് വരെയേ അവിടെ പഠിപ്പിച്ചിരുന്നുള്ളൂ. 2-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫീസ് അടയ്ക്കാൻ പറ്റാത്തതിനാൽ പഠിപ്പ് നിർത്തേണ്ടി വന്നു. അതിനുശേഷം കയ്യക്ഷരം നന്നാക്കുവാൻ പ്രവൃത്തി കച്ചേരിയിൽ പോയി തമിഴും മലയാളവും തണ്ടപ്പേർ പകർത്താറുണ്ടായിരുന്നു. വീട്ടിലെ ബുദ്ധിമുട്ട് മൂലം താലൂക്ക് കച്ചേരിയിൽ പോയി ഹർജി എഴുതി കൊടുത്ത് കാശുണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. കൂട്ടത്തിൽ അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന വഞ്ചിപ്പാട്ടും തുള്ളൽ കഥകളും മറ്റു പുസ്തകങ്ങളും വായിക്കാനും സമയം കണ്ടെത്തി. 15-ാം വയസ്സിൽ വീണ്ടും സർക്കാർ പള്ളിക്കൂടത്തിൽ ചേർന്നു. അദ്ദേഹം വീണ്ടും 1-ാം ക്ലാസ്സിൽ ചേർന്ന് പഠിത്തം ആരംഭിച്ചു. അന്ന് പ്രധാന അധ്യാപകൻ അമ്പലപ്പുഴ ശിവരാമകൃഷ്ണ അയ്യറായിരുന്നു. അന്ന് ചങ്ങനാശ്ശേരിയിൽ ലോവർ 4th വരെ ക്ലാസ്സുള്ള ഒരു ഇംഗ്ലീഷ് സ്കൂൾ ഉണ്ടായിരുന്നിട്ടും ദാരിദ്ര്യം മൂലം പഠിക്കാൻ പറ്റിയില്ല. പിന്നീട് സ്കോളർഷിപ്പോടുകൂടി തിരുവനന്തപുരത്ത് സർക്കാർ ട്രെയിനിങ് സ്കൂളിൽ പഠിക്കാൻ അവസരം ലഭിച്ചു. ഉയർന്ന മാർക്കോടുകൂടിയുള്ള വിജയം വീണ്ടും പല സ്കൂളുകളിലെയും പ്രഥമ അധ്യാപകനാകുവാൻ സഹായിച്ചു. ദാരിദ്ര്യത്തോട് പടവെട്ടി ഒരു വിധത്തിലാണ് പത്മനാഭൻ ചങ്ങനാശ്ശേരി മലയാളം സ്കൂളിൽ പഠിച്ചിറങ്ങി സർക്കാർ കീഴ്ജീവന പരീക്ഷ ജയിച്ചത്. ഇംഗ്ലീഷ് സ്കൂളിൽ ചേർന്ന് പഠിക്കണമെന്ന മോഹമുണ്ടായിരുന്നെങ്കിലും കുടുംബഭാരം തലയിലേറ്റിയതിനാൽ ഉദ്യോഗത്തിന് ശ്രമിച്ചു. 16 വയസ്സ് തികയുന്നതിനു മുൻപ് 1893 സെപ്റ്റംബറിൽ
കാഞ്ഞിരപ്പള്ളി പ്രവൃത്തി പള്ളിക്കൂടത്തിൽ 2ാം വാദ്യരായി ജോലിയിൽ പ്രവേശിച്ചു. ശമ്പളം 5 രൂപ. വളരെ വേഗം മികച്ച അധ്യാപകനായി പേരെടുത്തു. 22ാം വയസ്സിൽ സ്റ്റൈപ്പൻഡോടെ തിരുവനന്തപുരം ശിക്ഷാക്രമ പാഠശാലയിൽ പ്രവേശനം നേടി. സംസ്ഥാനത്ത് 2ാമനായി പരീക്ഷ ജയിച്ചു. പിന്നീട് പല സർക്കാർ പ്രൈമറി സ്കൂളുകളിലും പ്രഥമ അധ്യാപകനായി ജോലി നോക്കി. 11 വർഷത്തെ അധ്യാപന ജീവിതത്തിനിടയിൽ കാഞ്ഞിരപ്പള്ളി, മുഴുവന്നൂർ, പായിപ്പാട്, തുരുത്തി, കൊണ്ടൂർ, തുറവൂർ, പെരുന്ന, കിളിരൂർ, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിലെല്ലാം ശിഷ്യസമ്പത്തും ബഹുമാന ആദരങ്ങളും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നിട്ടും ഒരു പ്രത്യേക സാഹചര്യത്തിൽ മന്നം ജോലി രാജിവെച്ചു. ചങ്ങനാശ്ശേരി മിഡിൽ സ്കൂൾ അധ്യാപകനായിരിക്കുമ്പോൾ പ്രധാന അധ്യാപകനുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലായിരുന്നു അത്. സമർത്ഥനായ അഭിഭാഷകൻ കൂടിയായിരുന്നു മന്നത്ത് പത്മനാഭൻ. ആലപ്പുഴ ജില്ലയിലെ തുറവൂരിൽ അധ്യാപകനായി ജോലി ചെയ്യുന്ന കാലത്തു തന്നെയാണ് അദ്ദേഹം മജിസ്ട്രേറ്റ് പരീക്ഷ ജയിച്ചത്. അന്നത്തെ രീതി അനുസരിച്ച് ഈ പരീക്ഷ ജയിച്ചവർക്ക് ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിലും കീഴ് മജിസ്ട്രേറ്റ് കോടതികളിലും അഭിഭാഷകരാകാം. അധ്യാപക ജോലി ഉപേക്ഷിച്ച വർഷം തന്നെ കോട്ടയം മജിസ്ട്രേറ്റ് കോടതിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ആരംഭിച്ചു. ആദ്യമൊക്കെ വരുമാനം കുറവായിരുന്നു. മാസം 30 രൂപ മാത്രം. 4-5 കൊല്ലം കഴിഞ്ഞതോടെ അത് 200 രൂപയായി. ഒപ്പം വക്കീലിന് പേരും പെരുമയുമായി. ചങ്ങനാശ്ശേരിയിലെ പൊതുസമ്മതനായ വ്യക്തിത്വമായി മാറാൻ അഭിഭാഷക വൃത്തി അദ്ദേഹത്തെ സഹായിച്ചു. അധ്യാപക ജോലി പോലെ ഒരു ഘട്ടത്തിൽ അഭിഭാഷക വൃത്തിയും അദ്ദേഹം വലിച്ചെറിഞ്ഞു. സ്ഥലം മാറിയെത്തിയ ഒരു മജിസ്ട്രേറ്റുമായുള്ള അഭിപ്രായ വ്യത്യാസമായിരുന്നു കാരണം. അരെങ്കിലും തിളങ്ങിയ വ്യക്തിത്വമായിരുന്നു മന്നത്ത് പത്മനാഭൻ്റേത്. മാർത്താണ്ഡവർമ്മയിൽ സുന്ദരയ്യൻ്റെ വേഷമണിഞ്ഞ് ഗ്രന്ഥകാരനായ സാക്ഷാൽ CV രാമൻപിള്ളയെ തന്നെ വിസ്മയിപ്പിച്ചു. മന്നത്തിന് 8 വയസ്സുള്ളപ്പോഴായിരുന്നു ചങ്ങനാശ്ശേരിയിൽ കുമാരമംഗലത്ത് നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ നാടക സംഘം ആരംഭിച്ചത്. ഒട്ടും മടിച്ചില്ല. ബാലനടനായി കൂടി. 2 കൊല്ലം കൊണ്ട് മികച്ച നടനെന്ന് പേരെടുത്ത പത്മനാഭൻ അഭിജ്ഞാന ശാകുന്തളത്തിൽ ഭരതകുമാരൻ, കുചേല ഗോപാലത്തിൽ ബ്രാഹ്മണബാലൻ, ഉത്തര രാമചരിതത്തിൽ ലവൻ തുടങ്ങിയ വേഷങ്ങളിൽ തിളങ്ങി. പിന്നീടാണ് സുന്ദരയ്യൻ്റെ വേഷമണിയുന്നത്. പത്മനാഭൻ്റെ അഭിനയം കണ്ട് മനം നിറഞ്ഞ CV പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ കഥാപാത്രത്തെ സൃഷ്ടിച്ചതിൻ്റെ സാഫല്യം ഇപ്പോഴാണ് എനിക്കുണ്ടായത്. കൈവച്ച മേഖലകളിലെല്ലാം തിളങ്ങിയ ചരിത്രമുള്ള മന്നം സാഹിത്യരംഗത്തും അത് ആവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഏറ്റവും വിലപ്പെട്ടത് എൻ്റെ ജീവിത സ്മരണകൾ എന്ന ആത്മകഥ തന്നെ. നായർ സർവീസ് സൊസൈറ്റിയുടെയും കേരള നവോത്ഥാനത്തിൻ്റെയും ചരിത്രം കൂടിയാണ് അത്. NSSന് ധനം ശേഖരിക്കാൻ മലയ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ MN നായരും ഒന്നിച്ച് നടത്തിയ പര്യടനത്തിൻ്റെ വിവരണമായ ഞങ്ങളുടെ FMS യാത്ര എന്ന യാത്രാ വിവരണ ഗ്രന്ഥമാണ് മന്നത്തിൻ്റെ മറ്റൊരു രചന. പഞ്ചകല്യാണി ഒരു നിരൂപണം എന്ന 14 അധ്യായങ്ങളുള്ള സുദീർഘമായ രചനയാണ് മറ്റൊന്ന്. ചിത്രമെഴുത്ത് KM വർഗീസ് എഴുതിയ മാർ അർത്തനാസിയോസിൻ്റെ പഞ്ചകല്യാണി എന്ന ഗ്രന്ഥത്തെക്കുറിച്ചുള്ള നിശ്ചിതമായ നിരൂപണമാണ് അത്. മന്നത്ത് പത്മനാഭൻ്റെ വിപുലമായ വായനയും പുസ്തക പരിചയവും നർമ്മബോധവും പ്രകടമാക്കുന്നതാണ് ഈ രചനയെന്ന് വിലയിരുത്തപ്പെട്ടു. ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയുടെ ജീവചരിത്രം ഒരു ലഘു നിരൂപണം എന്നതാണ് മറ്റൊരു ഗ്രന്ഥം. കേരളത്തിൽ വളർന്നു വികസിച്ച നവോത്ഥാന ചിന്തകളെ നായർ വിഭാഗങ്ങൾക്കിടയിൽ സജീവമായി പ്രചരിപ്പിച്ചുകൊണ്ടാണ് മന്നത്ത് പത്മനാഭൻ രംഗപ്രവേശം ചെയ്തത്. ആചാരങ്ങൾ മാറ്റാൻ പറ്റാത്തതാണെന്ന നിലപാടായിരുന്നില്ല മന്നത്ത് പത്മനാഭൻ്റേത്. മനുഷ്യൻ്റെ ജീവിതത്തെ ഗുണപരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമായി നിൽക്കുന്നവയെല്ലാം മാറ്റുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. ഈ നിലപാടും അതിനായുള്ള ഇടപെടലുമാണ് സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിൽ മന്നത്ത് പത്മനാഭന് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ സ്ഥാനം നേടാനായത്. നമ്പൂതിരിമാർ നായർ സ്ത്രീകളെ വിവാഹം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകുന്ന സമ്പ്രദായത്തിനെതിരെയും ശക്തമായ നിലപാട് അദ്ദേഹം മുന്നോട്ട് വെച്ചു. ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ ഭാഗമായി നായർ സമൂഹം അനുഭവിച്ച പ്രശ്നങ്ങൾ അക്കാലത്ത് ഏറെ ഗുരുതരമായ ഒന്നായിരുന്നു. അവയ്ക്കെതിരായുള്ള വലിയ സമരമായിരുന്നു മന്നത്ത് പത്മനാഭൻ്റെ ജീവിതം. വൈക്കം, ഗുരുവായൂർ സത്യാഗ്രഹങ്ങളിലും പ്രധാന പങ്ക് വഹിച്ചു. പുതിയ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സമൂഹത്തിന് പുരോഗതി ഉണ്ടാകൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നാടിൻ്റെ നാനാഭാഗത്തും കെട്ടിപ്പടുത്തു. അയിത്തോച്ചാടനത്തിനെതിരായി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കാലത്താണ് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ ഒരു സവർണ ജാഥ വൈക്കത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് ആരംഭിക്കുന്നത്. സഞ്ചാര സ്വാതന്ത്ര്യം എല്ലാ പൗരന്മാരുടെയും ജന്മാവകാശമാണെന്ന് എഴുതിയ ബോർഡ് വെച്ചുകൊണ്ടായിരുന്നു ആ ജാഥ പോയത്. സ്വീകരണ കേന്ദ്രങ്ങളിൽ മന്നത്ത് പത്മനാഭൻ്റെ പ്രസംഗവും ഉണ്ടായി. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലെ സുപ്രധാന സംഭവങ്ങളിലൊന്നായി ആ ജാഥ മാറി. ഗുരുവായൂർ സത്യാഗ്രഹത്തിലും മന്നത്ത് പത്മനാഭൻ നേതൃത്വ നിരയിൽ തന്നെ പ്രവർത്തിച്ചു. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും നവോത്ഥാന നായകനായി കണക്കാക്കുന്ന മന്നത്തിന്
ലോക ചരിത്രത്തിൽ ആദ്യമായി ബാലറ്റിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അട്ടിമറിച്ചതിലും നിർണായക റോളാണ് ഉള്ളത്. കുപ്രസിദ്ധമായിരുന്നു അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് വിരോധവും. വിമോചന സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതുപോലും മന്നമായിരുന്നു. 1959 മെയ് 1 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിട്ട് പ്രതിഷേധം പ്രകടിപ്പിക്കാനുള്ളൊരു പ്രമേയം ചങ്ങനാശ്ശേരിയിൽ വെച്ച് സാമുദായിക നേതാക്കൾ പാസാക്കി. ജോസഫ് മുണ്ടശ്ശേരിയുടെയും ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പിൻ്റെയും പൊതു സുഹൃത്തിൻ്റെ മധ്യസ്ഥതയിൽ പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചുവെങ്കിലും ഫലവത്തായില്ല. മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ ഒരു വിമോചന സമരസമിതി തന്നെ രൂപവൽക്കരിക്കപ്പെട്ടു. ഭൂപരിഷ്കരണ നിയമവും വിദ്യാഭ്യാസ പരിഷ്കരണ നിയമവുമെല്ലാം ചേർന്ന് വന്ന സാമൂഹിക മാറ്റം അട്ടിമറിക്കാനാണ് ഈ നീക്കമെന്ന് അന്ന് തന്നെ ആരോപണം ഉണ്ടായിരുന്നു. പാരമ്പര്യമായി അനുഭവിച്ചു വന്നിരുന്ന ഭൂമി നഷ്ടമാകുമെന്ന് വന്നപ്പോൾ ജന്മിമാരും കയ്യും കെട്ടി നോക്കി നിന്നില്ല. കോൺഗ്രസിൻ്റെയും NSSൻ്റെയും ക്രിസ്തീയ സഭകളുടെയും മുസ്ലിം ലീഗിൻ്റെയും എല്ലാം സഹായത്തോടെ അവർ സർക്കാരിനെതിരെ തിരിഞ്ഞു. അതാണ് വിമോചന സമരത്തിലേക്കും ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ പുറത്താകലിലേക്കും കലാശിച്ചത്. വിദ്യാഭ്യാസ പരിഷ്കാരത്തിനെതിരെ സ്വകാര്യ മാനേജ്മെൻറ്റുകളാണ് രംഗത്തെത്തിയത്. അതിലും NSSും ക്രിസ്തീയ സഭകളുമായിരുന്നു മുൻപന്തിയിൽ. സ്കൂൾ തുറക്കേണ്ട ജൂൺ 15 തങ്ങൾ ഒരു കാരണവശാലും സ്കൂൾ തുറക്കില്ലെന്ന് ക്രിസ്തീയ സഭകളും മന്നത്ത് പത്മനാഭനും പ്രഖ്യാപിച്ചു. സ്കൂളുകൾ തുറന്നില്ലെങ്കിൽ ഷെഡുകൾ കെട്ടി ക്ലാസുകൾ നടത്തുമെന്ന് സർക്കാരും പ്രഖ്യാപിച്ചു. ജനകീയ സ്കൂളിന് കമ്മ്യൂണിസ്റ്റുകാർ നല്ല പ്രചാരണം നൽകിയെങ്കിലും അത് പ്രാവർത്തികമായില്ല. സമരക്കാർ സർക്കാർ സ്കൂളുകളും പിക്കറ്റ് ചെയ്തു. പലയിടത്തും കൂടിയും കുറഞ്ഞും ആക്രമണങ്ങളുണ്ടായി. തിരുവനന്തപുരം ജില്ലയിലെ വെട്ടുകാടും പുല്ലുവിളയിലും പോലീസ് വെടിവെച്ചു. 5 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. അങ്കമാലി, കല്ലറയും തിരുവനന്തപുരത്ത് ചെറിയതുറയിൽ പോലീസിൻ്റെ വെടിയേറ്റു മരിച്ച ഫ്ലോറി എന്ന ഗർഭിണിയുമെല്ലാം ആ വിമോചന സമരത്തിൻ്റെ ബാക്കി പത്രങ്ങൾ തന്നെ. 1959 ജൂൺ 16 AICC ജനറൽ സെക്രട്ടറി സാദിഖ് അലി തിരുവനന്തപുരത്തെത്തിയിരുന്നു. മന്നത്ത് പത്മനാഭനുമായി ദീർഘനേരം സംസാരിച്ച സാദിഖ് അലി കുറഞ്ഞപക്ഷം സ്കൂൾ പിക്കറ്റിംഗെങ്കിലും ഒഴിവാക്കിക്കൂടെയെന്ന് ചോദിച്ചപ്പോൾ സാധ്യമല്ല എന്നാണ് മന്നം അറുത്തുമുറിച്ചു പറഞ്ഞത്. KPCC നമ്പൂതിരിപ്പാടിന് കൊടുത്ത 10 ദിവസത്തെ കാലാവധി ജൂൺ 23 അവസാനിക്കുമെന്നും അന്നേക്കകം രാജിവെക്കാത്ത പക്ഷം പിക്കറ്റിംഗ് രൂക്ഷമാക്കുമെന്നും മന്നം പരസ്യ പ്രസ്താവന നടത്തി. EMS സർക്കാരിനെ ഭരണത്തിൽ തുടരാൻ അനുവദിക്കില്ലെന്നായിരുന്നു മന്നത്ത് പത്മനാഭൻ്റെ നിലപാട്. മന്നത്തിൻ്റെ തീതുപ്പുന്ന പ്രസംഗങ്ങൾ കേൾക്കാൻ അന്ന് ആയിരങ്ങളാണ് ഒത്തുകൂടിയത്. പുറമെ പരിഷ്കരണം പറയുമ്പോഴും ഉള്ളിൽ വെറുമൊരു ജാതിവാദി മാത്രമായിരുന്നു മന്നം എന്നതിന് തെളിവായാണ് പലരും വിമോചന സമരത്തിലെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെ ചൂണ്ടിക്കാട്ടാറുള്ളത്. തിരുവിതാംകൂറിലെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ MLAമാരിൽ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഒരാളായിരുന്നു മന്നത്ത് പത്മനാഭൻ. ദിവാൻ CP രാമസ്വാമിയർ രാജിവെച്ചൊഴിഞ്ഞതിനു ശേഷം തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശപ്രകാരം ആദ്യമായി നടന്ന പൊതുതെരഞ്ഞെടുപ്പിലായിരുന്നു 1948 ഉണ്ടായത്. കോൺഗ്രസ് നേതൃത്വ മണ്ഡലത്തിലേക്കുള്ള മന്നത്ത് പത്മനാഭൻ്റെ രംഗപ്രവേശം പാർട്ടിയുടെ പ്രതിച്ഛായയും ജനസ്വാധീനവും വർദ്ധിക്കാൻ സഹായമായെന്ന് തിരിച്ചറിഞ്ഞതിനാലാണ് മന്നത്തെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. പത്തനംതിട്ടയിലെ കുമ്പഴ വള്ളിക്കോട് നിയോജക മണ്ഡലമാണ് മന്നത്തിനായി നീക്കിവെച്ചത്. ചിറ്റൂർ രാജഗോപാലൻ നായരായിരുന്നു മുഖ്യ എതിരാളി. മന്നത്തോടാണ് മത്സരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോഴേ വിജയപ്രതീക്ഷ നഷ്ടപ്പെട്ട രാജഗോപാലൻ നായർ പിന്മാറി. അങ്ങനെ മന്നം വൻ ഭൂരിപക്ഷത്തോടെ അനായാസം ജയിച്ചു. ഒരു സാമൂഹിക പരിഷ്കർത്താവായി തുടങ്ങി ജാതിവാദിയായി അവസാനിച്ച വ്യക്തിയെന്നാണ് അതുകൊണ്ടുതന്നെ പലരും മന്നത്ത് പത്മനാഭനെ വിലയിരുത്തിയത്. രാഷ്ട്രീയ നിലപാടുകളിൽ അതികഠിനമായി വിനിയോജിക്കുമ്പോൾ പോലും മന്നത്തിൻ്റെ മറ്റ് സേവനങ്ങൾ കാണാതിരിക്കാനാവില്ല എന്നാണ് ഇന്ന് CPM പോലും പറയുന്നത്. വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്തവരിൽ ഒരാൾ മന്നമാണെന്നത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് CPM ബുദ്ധിജീവികൾ പോലും ഈ നിലപാടെടുക്കുന്നത്. CPMൻ്റെ നവോത്ഥാന സമ്മേളനങ്ങളിലും മന്നത്ത് പത്മനാഭൻ നടത്തിയ ആചാര ലംഘനങ്ങൾ എടുത്തു പറഞ്ഞിരുന്നു. മന്നം ജയന്തി അവധി ദിനമാക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ നീക്കം നടത്തുമ്പോഴും മന്നത്തിൻ്റെ അവസാനകാലത്തെ ചില നിലപാടുകൾ സോഷ്യൽ മീഡിയയിലടക്കം വിവാദമായി. പക്ഷേ ചരിത്രകാരൻ MGS നാരായണനെ പോലുള്ളവർ പറയുന്നത് രാഷ്ട്രീയമായും അദ്ദേഹത്തിൻ്റെ അവസാനകാലത്തെയും നിലപാടുകൾ എന്തുതന്നെയായാലും സാമൂഹിക പരിഷ്കർത്താവെന്ന നിലയിൽ മന്നത്തിൻ്റെ സേവനങ്ങൾ വിസ്മരിക്കാൻ കഴിയില്ല എന്നുതന്നെയാണ്. 1914 നായർ സമുദായ ഭൃത്യജന സംഘം ആരംഭിച്ച് സമുദായ പരിഷ്കരണത്തിന് തുടക്കമിട്ടതും മന്നൻ തന്നെ. പിന്നീടത് നായർ സർവീസ് സൊസൈറ്റി എന്ന് പുനർനാമകരണം ചെയ്തു. കാലാതീതമായ ദർശനങ്ങളും നിലപാടുകളും കൊണ്ട് കേരളത്തിൻ്റെ സാമൂഹിക മാറ്റത്തിൻ്റെ ചാലകശക്തിയായി മാറിയെന്നതാണ് മന്നത്ത് പത്മനാഭൻ്റെ പ്രസക്തി.